അസ്സലാമു അലൈക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മോദികെയർ കമ്പനിയിലൂടെ ഫ്രീ കസ്റ്റമർ ID പ്രൊമോഷൻ ചെയ്യുന്നതിലൂടെ 5000 രൂപ മുതൽ ഒരു 20,000 രൂപ വരെ മാസം വരുമാനം നമുക്ക് കുറഞ്ഞത് വാങ്ങിയെടുക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അത് എങ്ങനെ ലഭിക്കും, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയാം, നോർമൽ മാർക്കറ്റിൽ നിന്ന് അത് ഗോൾഗേറ്റ് മുതൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ കടയിൽ പോയി നാം സാധനങ്ങൾ വാങ്ങുന്നു, ഉപയോഗിക്കുന്നു, അല്ലേ? എന്നാൽ ഈ ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഒരുപാട് മായം കലർത്തിയതും കെമിക്കൽ അടങ്ങിയതുമായിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ നല്ല പ്രോഡക്ട്സ് വേണമെങ്കിൽ കുറച്ച് വില അധികം കൊടുക്കേണ്ടി വരും. നമ്മൾ സാധാരണ വാങ്ങുന്ന വിലയേക്കാൾ അധികം കൊടുക്കേണ്ടി വരുന്നുണ്ട്. ക്വാളിറ്റി കൂടിയ പ്രീമിയം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നമ്മൾ അധികം വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ മോദികെയർ കമ്പനി ഇവിടെ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുക, അവരുടെ ക്യാഷ് ഒരു സേവിംഗ് ആയി അവർക്ക് തന്നെ കൊടുക്കുക എന്ന ഒരു ആശയവുമായിട്ടാണ്. മാത്രമല്ല, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ വില കുറവിൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്ന ആശയമാണ് മോദികെയർ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനി എല്ലാവർക്കും ഒരു ID കാർഡ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് മുന്നിലും ഞാനൊരു ID കാർഡ് പരിചയപ്പെടുത്താണ്. നിങ്ങൾക്ക് ഒരു കസ്റ്റമറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കസ്റ്റമർ പർച്ചേസ് ID കാർഡ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോലും വീട്ടിൽ നിന്ന് പോലും ഈ ID കാർഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ID കാർഡ് ഒരു രൂപ പോലും നമ്മൾ ചിലവാക്കേണ്ട. ഈ ID കാർഡ് ഞാൻ എന്തുകൊണ്ട് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ID കാർഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ്, എന്താണ് ബെനിഫിറ്റ്സ്, എന്താണ്? നമുക്ക് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, പൈസ ഒന്നും കൊടുക്കണ്ട. ഈ ID കാർഡ് എടുത്താൽ കിട്ടുന്ന പ്രോഫിറ്റുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബെനിഫിറ്റ്, മാർക്കറ്റ് വിലയേക്കാൾ വില കുറവിൽ നമുക്ക് പ്രോഡക്ട്സുകൾ വാങ്ങിയെടുക്കുക എന്നുള്ളതാണ്. ഒരു ബ്രാൻഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഒരുപാട് ബ്രാൻഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. 800ഓളം പ്രോഡക്ട്സുകളുണ്ട്. മാർക്കറ്റിലെ വില കുറവിൽ ഇപ്പോൾ ഡോവ് സോപ്പാണ് മാർക്കറ്റിൽ ഉള്ളതെങ്കിൽ അതിനേക്കാൾ വില കുറവിൽ നമുക്ക് സോപ്പ് വാങ്ങാം. ഗോൾഗേറ്റ് പേസ്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വില കുറവിൽ നമുക്ക് പേസ്റ്റും വാങ്ങിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് വാങ്ങിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് ഒരു ID എടുത്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഗോൾഗേറ്റ് പേസ്റ്റ് ആണെങ്കിൽ 100 ഗ്രാമിന് 69 രൂപയാണ് വരുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 100 ഗ്രാമിന് 54 രൂപ കൊണ്ട് പോലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി പേസ്റ്റ് വാങ്ങിയെടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ നിങ്ങൾക്ക് കിട്ടുന്ന ID എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, MRP യിൽ നിന്ന് 30% വരെ നിങ്ങൾക്ക് വിലക്കുറവിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ MRP കൊടുക്കേണ്ടതില്ല. മൂന്നാമത്തേതായിട്ട് 7% മുതൽ 16% വരെ സബ്സിഡി ലഭിക്കുന്നുണ്ട്. നമുക്കൊക്കെ മുമ്പ് ഗ്യാസിന് സബ്സിഡി കിട്ടിയിരുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾ ഏത് പ്രോഡക്ട്സ് വാങ്ങിയാലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട്, സേവിംഗ് ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇനി നാലാമത്തെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷത്തിൽ 3 മാസം നിങ്ങൾക്ക് സൗജന്യമായി സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒരു വർഷം 3 മാസത്തെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. ഇതിന്റെ പേര് നമ്മൾ ലോയാലിറ്റി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് ഇത്രയും കാലങ്ങളായി ഈ ഒരു ഫ്രീ പ്രോഡക്ട്സ് പോലും സാധാരണ കടയിൽ നിന്ന് കിട്ടുന്നില്ല, അല്ലെ? അഞ്ചാമത്തെ ബെനിഫിറ്റ് ആണ് ഫ്രീ ഡെലിവറിയാണ്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഫ്രീ ഡെലിവറിയിൽ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് അടുത്തുള്ള ഔട്ട്ലെറ്റിൽ പോയി വാങ്ങാം, അല്ലെങ്കിൽ ഓൺലൈൻ വഴിയിലൂടെയും നമുക്ക് പ്രോഡക്ട്സ് വാങ്ങാം. ആറാമതായിട്ട് മണി ബാക്ക് ഗ്യാരണ്ടി ആണ്. ഈ പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ആ പ്രോഡക്ട്സ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ക്യാഷ് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുന്നുണ്ട്, റീഫണ്ട് ആയിട്ട് തരുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് കസ്റ്റമർ ID കാർഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഇത് നല്ലതല്ലെന്ന് ചിന്തിച്ചു നോക്കി. ഇത് എടുക്കുന്നത് കൊണ്ട് ഗുണങ്ങൾ മാത്രമാണുള്ളത്, അല്ലേ? ഇനി ഒരു ചോദ്യം ഉണ്ടായേക്കാം, ഈ കാർഡ് എടുത്താൽ ഞാൻ എന്തെങ്കിലും പേയ്മെന്റ് ചെയ്യണോ? ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മാസം സാധനങ്ങൾ വാങ്ങണമെന്ന് നിർബന്ധമുണ്ടോ? എപ്പോഴെങ്കിലും സാധനങ്ങൾ വാങ്ങിയാൽ മതിയോ? അങ്ങനെ സംശയങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? അതിനുള്ളൊരു ഉത്തരം അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കടകളിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉള്ളപ്പോൾ നമ്മൾ വാങ്ങും, അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ മാസവും നമുക്ക് വേണ്ട സാധനങ്ങൾ ഈ ID-യിലൂടെ, ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ അടുത്തുള്ള ഔട്ട്ലെറ്റിലൂടെയോ നമ്മൾ പോയിട്ട് സാധനങ്ങൾ വാങ്ങാം. ഓക്കെ, അപ്പോൾ ഇതിൽ യാതൊരുവിധ നിർബന്ധ പർച്ചേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇനി അടുത്തൊരു പ്രത്യേകമായൊരു കാര്യം, നമുക്ക് ഈ ID കിട്ടാൻ യാതൊരു ചെലവുമില്ല, ഫ്രീ ആണ്. സോ എന്തൊരു എളുപ്പമാണല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കാർഡ് ഉണ്ടെങ്കിൽ, നമ്മൾ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ റേഷൻ കടയിൽ പോയി അരിയും കാര്യങ്ങൾ വാങ്ങുന്നത് പോലെ തന്നെ മോദികെയർ ID കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വില കുറവിൽ നല്ല സാധനങ്ങൾ, ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുകയും ഒരു സേവിങ്ങും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാർഡിന്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ സുഹൃത്തുക്കൾക്കും റെഫർ ചെയ്യലാണ് ഇനി നമ്മുടെ ജോലി. ഓക്കെ, അപ്പോൾ എത്ര സിമ്പിളാണ്. കാരണം ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല.
അപ്പോൾ അവർ കാർഡ് എടുക്കുന്നു, അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ ഓൺലൈനിലോ ഔട്ട്ലെറ്റിലോ പോയി പർച്ചേസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ അല്ലേ. അപ്പം നമ്മൾ ഇതിൽ പ്രവേശിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മുഖാന്തരം ഉണ്ടാവുന്ന, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ഇപ്പം ഞാൻ മോദി കെയറിൽ ജോയിൻ ചെയ്യുന്നു. എൻ്റെ ജോലി എന്താ, മാക്സിമം ആളുകൾക്ക് പിന്നെ അവർക്കും ഈ ഒരു സ്കീം ഞാൻ പറഞ്ഞു കൊടുക്കുക. അത് ഞാൻ പഠിക്കുക, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് ഒരു ഇതേപോലെ തന്നെ കാർഡ് എടുപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു അവർക്ക് കാർഡ് കൊടുക്കാൻ പറ്റും. അവർക്ക് ആവശ്യാനുസരണം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാം. ഞാൻ ആദ്യം ഒരു സ്കീം പഠിക്കുക, ഞാൻ ബോൾഡ് ആയതിനു ശേഷം ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാൻ എന്നാൽ കഴിയുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് ഞാൻ നൽകുന്നു. ഉദാഹരണം, ഞാനൊരു 50 പേർക്ക് ഒരു ID കാർഡ് എടുത്തു കൊടുക്കുന്നു സങ്കല്പിക്കുക. അപ്പം എൻ്റെ അണ്ടറിൽ 50 കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പിന്നെ കൂട്ടുകാർ പറഞ്ഞു അവർക്കും ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. അപ്പം ഞാൻ 6 പേർക്ക് ജോബിന് വേണ്ടി റഫർ ചെയ്തു. അവർ 30 പേർക്ക് ഫ്രീ ആയി ID കൊടുത്തു. അപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ വാങ്ങുന്നു. ഓരോ പ്രോഡക്ട്സുകൾക്ക് പോയിന്റുകളുണ്ട്. ഓരോ പ്രോഡക്ട്സുകൾക്ക് ഓരോ PV എന്ന് പറയുന്ന പോയിന്റുകൾ വീതവും നമുക്ക് കിട്ടുന്നുണ്ട് വേറെ എക്സ്ട്രാ. അപ്പം ഒരു എക്സാമ്പിൾ, ഞാൻ 50 പേർക്ക് ഷെയർ ചെയ്തു അല്ലേ. അപ്പോൾ ഓരോരുത്തരും 10 പോയിന്റ് ഉള്ള സാധനങ്ങൾ വാങ്ങിയാൽ പോലും ഏകദേശം ഒരു 500 പോയിന്റ് അങ്ങനെ തന്നെ കിട്ടുന്നു. അതുപോലെ ഞാൻ ജോബിന് വേണ്ടി റെഫർ ചെയ്തിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട് അല്ലേ. അപ്പോൾ അവരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കെയർ ഓഫിലും 30 വ്യക്തികൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെയും ഒരു ഏകദേശം 100-120 കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെയും എനിക്ക് ഒരു 2500 പോയിന്റ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഞാൻ ചെയ്ത എൻ്റെ ടീം ചെയ്ത പോയിന്റും എല്ലാം കൂടെ ഒരു മാസത്തിൽ 3600 പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ മന്ത്ലി എൻ്റെ ഒരു ഇൻകം എന്ന് പറയുന്നത് 15,000 രൂപ മുതൽ 25,000 രൂപ വരെ വരുമാനമായി എനിക്ക് വാങ്ങാൻ പറ്റും. എന്തൊരു മനോഹരമാണല്ലേ, അടിപൊളിയാണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ അവസരം. ഇങ്ങനെ ഒരു മാസത്തിൽ എത്രയാണോ ഇങ്ങനെ ബിസിനസ് വരുന്നത് അതിനനുസരിച്ച്, അതായത് ആ പോയിന്റ് വരുന്നത് അതിനനുസരിച്ച് നമ്മുടെ വരുമാനം കൂടും. നമ്മൾ ഡയറക്ടർ ആവുകയും ചെയ്ത് നമ്മുടെ സീനിയർ ഡയറക്ടറിലേക്കും എത്തുന്ന ഒരു പൊസിഷനാണ് നമ്മൾ എത്തിച്ചേരുന്നത്. എനിവേ, പിന്നെ ഇതിൽ ഒരു ടീം സപ്പോർട്ട് നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു ജോലി നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഒരു 18 വയസ്സായ ആർക്കും ഈസിയായി ചെയ്യാനും തീർച്ചയായും നിങ്ങൾ ജോയിൻ ആവാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ജോലിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളത് അവരുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ID എടുക്കുക, അല്ലെങ്കിൽ ഞാനുമായി കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ ജോലിയിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് വാട്സപ്പ് അയക്കുക. ഓക്കെ, എനിവേ, അപ്പോൾ താങ്ക് യു ഓൾ. അപ്പം ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജോബ് പോലെ ഏറ്റെടുക്കുക. നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ.